എന്റെ മാത്രം കാർത്യായനി. രചന അനി ബിജു ഫിദ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി നൂഞ്ഞേരി. ദിവസങ്ങൾ വീണ്ടും അതിവേഗം ഓടി മറഞ്ഞുകൊണ്ടിരുന്നു. അവർക്കിടയിലെ ദൂരവും ഓരോ ദിവസം കഴിയുന്തോറും കുറഞ്ഞു വന്നു. എങ്കിലും കണ്ടുമുട്ടുമ്പോഴുണ്ടാകുന്ന ആ പഴയ വാക്കേറ്റങ്ങൾക്കും വഴക്കിനും മാത്രം ഒരു കുറവുണ്ടായിരുന്നില്ല. മിക്കപ്പോഴും ഇപ്പോൾ കാർത്തൂവിനെ സ്കൂളിൽ കൊണ്ടുവിടുന്ന തിരികെ കൂട്ടിക്കൊണ്ടുവരുന്നതൊക്കെ ഗിരിയാണ്. ബൈക്കിലിരുന്ന് അവർ പരസ്പരം വഴക്കിടുമെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ആ നിമിഷങ്ങൾ അവർ രണ്ടുപേരും ഒരുപോലെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം പതിവ് പോലെ ഗിരി ബസ് സ്റ്റോപ്പിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് സരസ്വതിയമ്മ കിതച്ചുകൊണ്ട് ഓടി വന്നത്. അവരുടെ മുഖത്തെ പരിഭ്രമം കണ്ടപ്പോൾ തന്നെ എന്തോ പന്തിയുടെ അവന് തോന്നിയിരുന്നു. ഗിരി, ദിവാകരന് പെട്ടെന്ന് നെഞ്ചുവേദന വന്ന് ഹോസ്പിറ്റലായിന്ന്. അറ്റാക്കായിരുന്നു എന്ന് അറിഞ്ഞ്. അമ്മയുടെ വാക്കുകൾ കേട്ടതും കാർത്തുവിന്റെ ഉള്ളൊന്ന് പിടഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. എന്നാൽ ഗിരി അത് കേട്ടിട്ടും ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയത് കാർത്തുവിനെ തളർത്തി. പക്ഷെ എന്തോ ബസ്സിൽ കയറിയിട്ട് അവന്റെ മനസ്സ് ശാന്തമായിരുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും അയാൾ കാർത്തുവിന്റെ അച്ഛനല്ലേ. താനിങ്ങനെ മാറിയെന്നാൽ അത് തെറ്റല്ലേ. ഒടുവിൽ സമാധാനം കിട്ടാതെ പകുതിക്ക് വെച്ച് അവൻ ബസ്സിൽ നിന്നിറങ്ങി തിരികെ വീട്ടിലേക്ക് വന്നു. വീട്ടിലെത്തിയപ്പോൾ രാവിലെ അവൻ അങ്ങനെ പോയ ദേഷ്യത്തിൽ അമ്മ അവനെ നോക്കിയതുപോലുമില്ല. അവർ റൂമിലേക്ക് കയറുമ്പോൾ അവിടെ കട്ടിലിൽ തളർന്നിരിപ്പുണ്ടവൾ. അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ ഗിരിയുടെ ഉള്ളിലെ വാശി അലിയിച്ച് കളഞ്ഞു. അവളുടെ അരികിലേക്ക് ചെന്ന് അവൻ പതുക്കെ പറഞ്ഞു, വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അവന്റെ ആ വാക്കുകൾ വിശ്വസിക്കാനാവാതെ അവൾ അവനെ നോക്കി. അധികമൊന്നും ചിന്തിക്കാൻ നിൽക്കാതെ വേഗം കണ്ണുകൾ തുടച്ച് അവൾ എഴുന്നേറ്റു. പുറത്ത് ഗിരി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. യാത്രയിലുടനീളം രണ്ടുപേരൊന്നും സംസാരിച്ചില്ല. പക്ഷേ കാർത്തുവിന്റെ വിറക്കുന്ന കൈകൾ അവന്റെ തോളിൽ മുറുകെ പിടിച്ച് അവൻ ശ്രദ്ധിച്ചു. അവളുടെ ഉള്ളിലെ പേടിയും വെപ്രാളവും ആ കൈകളിലൂടെ അവനിലേക്ക് പടരുന്നുണ്ടെന്ന് തോന്നി. ആശുപത്രിയുടെ വരാന്തയിലെത്തിയപ്പോൾ കണ്ടത് ICU മുമ്പിൽ തളർന്നിരിക്കുന്ന അവളുടെ അമ്മയെയാണ്. കാർത്തു ഓടിച്ചെന്ന് വിവരങ്ങൾ തിരക്കി. അപകടനില തരണം ചെയ്തില്ലെന്ന് പറഞ്ഞപ്പോൾ അവൾ തകർന്നുപോയി. അവളുടെ കരച്ചിൽ കണ്ടേൽക്കാനാവാതെ ഗിരി ദൂരെ മാറി നിന്നു. എത്രയൊക്കെ ദേഷ്യമുണ്ടെങ്കിലും ആ നിമിഷം കാർത്തുവിന് താങ്ങായി നിൽക്കേണ്ട താനാണെന്ന് ഗിരി തിരിച്ചറിഞ്ഞു. അവൻ പതുക്കെ അവളുടെ അടുത്തേക്ക് നടന്നു. അവളുടെ അടുത്തെത്തി അവളുടെ തോളിൽ കൈവച്ച് അവൻ പതുക്കെ ചേർത്തു പിടിച്ചു. താനിങ്ങനെ കരയാതെ, നിന്റെ അച്ഛനൊന്നും സംഭവിക്കില്ല. ഗിരിയുടെ ആ ഒരു വാക്ക് നൽകിയ ആശ്വാസം കാർത്തുവിന് ചെറുതല്ലായിരുന്നു. അന്നുവരെ അവനിൽ നിന്ന് അവൾ ആഗ്രഹിച്ചും ആ ഒരു കരുതൽ മാത്രമായിരുന്നു. കാർത്തുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഗിരി അവിടെ തന്നെ നിന്നു. മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ICUവിന്റെ വാതിൽ തുറന്ന് നേഴ്സ് പുറത്തു വന്ന് സീതയെ നോക്കി. ദിവാകരന് ബോധം വന്നിട്ടുണ്ട്, മകളെയും മരുമകനെയും ഒന്ന് കാണണമെന്ന് പറയുന്നു. ആ വാക്ക് കേട്ടതും കാർത്തുവിന്റെ ശ്വാസം ഒന്ന് നേരെ വീണു. അവൾ ഗിരിയെ നോക്കി. ആദ്യമൊന്നും മടിച്ചെങ്കിലും അവളുടെ കണ്ണുകളിൽ അപേക്ഷ കണ്ടപ്പോൾ ഗിരി സമ്മതിച്ചു. അവർ പതുക്കി ഉള്ളിലേക്ക് കയറി. യന്ത്രങ്ങൾക്കിടയിൽ തളർന്നു കിടക്കുന്ന ദിവാകരനെ കണ്ടപ്പോൾ കാർത്തുവിന്റെ നെഞ്ച് പിടഞ്ഞു. അവൾ തന്റെ അച്ഛന്റെ കൈകൾ പിടിച്ചു വിതുമ്പി. ഗിരി അല്പം മാറിയെന്നും താൻ ഈ നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയാതെയായിരുന്നു. പക്ഷെ ഒന്നറിയാം, ആ കിടക്കൽ കിടക്കുന്ന മനുഷ്യൻ ഇപ്പോൾ ഒരു ശത്രുവല്ല, മറിച്ച് നിസ്സഹായനായ ഒരു അച്ഛനാണെന്ന്. അങ്ങനെ ഇപ്പോൾ അയാളെ കാണാവൂ എന്ന്. ദിവാകരൻ പതുക്കെ കണ്ണുകൾ തുറന്നു. തന്റെ അരികിൽ നിൽക്കുന്ന മകളെയും ഗിരിയെയും നോക്കി. വിറക്കുന്ന കൈകൾ ഉയർത്തി അദ്ദേഹം ഗിരിയുടെ കയ്യിൽ പിടിച്ചു. ഗിരി ഒന്ന് ഞെട്ടി. ഇനിയെങ്കിലും എന്നോട് ക്ഷമിക്കണം. നിന്നോട് ഞാൻ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ മാപ്പ്. തളർന്ന സ്വരത്തിൽ കണ്ണുകൾ നിറഞ്ഞൊഴിക്കൊണ്ടുള്ള അയാളുടെ വാക്കുകൾ ഗിരിയുടെ ഉള്ളിലെ പാതിയും ദേഷ്യത്തെ അലിയിച്ചുവോ അറിയില്ല. എന്തോ ഗിരി ആ കൈകളിൽ മുറുകെ പിടിച്ചു. പഴയതൊന്നും ഇനി ഓർക്കണ്ട, അതൊക്കെ കഴിഞ്ഞു. ഇപ്പൊ അച്ഛമയം സുഖം പ്രാപിക്കാനാണ് നോക്കേണ്ടത്. ഞങ്ങളെല്ലാം കൂടെയുണ്ട്. ഗിരിയുടെ ആ വാക്കുകൾക്ക് അയാൾ അവന് മുന്നിൽ കൈകൂപ്പി പോകുമ്പോൾ കർത്താവിന് അവനെ മനസ്സിലാവുന്നില്ലായിരുന്നു. അവൾ അവനെ അത്ഭുതത്തോടെ നോക്കിപ്പോയ നിമിഷം. അച്ഛൻ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞിട്ടും കാർത്തിക് അങ്ങോട്ടേക്ക് വന്നിട്ടില്ലെന്നുള്ളത് ഗിരിയെ അത്ഭുതപ്പെടുത്തിയിരുന്നു. ഒരു ദിവസം സീതയോട് തിരക്കിയപ്പോഴാണ് അറിഞ്ഞത് കാർത്തി ഇപ്പോൾ വീട്ടിലേക്ക് എങ്ങും വരാറില്ലെന്നുള്ളത്. കാർത്തിവിനെ കാണാൻ അന്ന് അവർ ഗിരിയുടെ വീട്ടിൽ പോയാന്ന് തുടങ്ങിയ വാശിയാണ് അവൻ്റേത്. അത് കേട്ടപ്പോൾ ഗിരിക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. എങ്കിലും അവർക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ ഒരു മകനെ പോലെ കൂട്ടിയിരുന്നത് ഗിരിയായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. സരസ്വതിയമ്മയായിരുന്നു ദിവസം ഹോസ്പിറ്റലിലുള്ളവർക്ക് ഭക്ഷണവുമായി പോയിക്കൊണ്ടിരുന്നത്. ആ ദിവസങ്ങൾ ആ ആങ്ങളയ്ക്കും പെങ്ങൾക്കും ഇടയിലുള്ള പരിഭവങ്ങളും മാറ്റിയെടുത്ത് കഴിഞ്ഞിരുന്നു. ദിവാകരൻ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസവും ഗിരി തന്നെയാണ് കാറുമായി വന്ന് ആവശ്യനായ അയാളെ ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തിച്ച് മുറിവരെ കൊണ്ടാക്കിയത് ഗിരി തന്നെയായിരുന്നു. അവന്റെ ഓരോ പ്രവൃത്തികളും ദൂരെ മാറി നിന്ന് നോക്കുന്നുണ്ടായിരുന്നു കാർത്തു. ആ നിമിഷങ്ങളിൽ അത്രയും വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവാത്തത്ര നന്ദിയും സ്നേഹവും അവളുടെ ഉള്ളിൽ അണപൊട്ടിയൊഴുകി. അച്ഛനെ വീട്ടിലാക്കി കാർത്തു തിരികെ വീട്ടിലെത്തിയിട്ടും ഗിരിയെത്താൻ വൈകിയിരുന്നു. ഉമ്മറത്തീരിട്ടിൽ അവൾ അവനെ തന്നെ കാത്തു നിൽക്കുമ്പോൾ മഴയും പതിയെ പെയ്തു തുടങ്ങിയിരുന്നു. ഓരോ തവണ ദൂരെ ഒരു വണ്ടിയുടെ വെളിച്ചം കാണുമ്പോഴും അവളുടെ ഉള്ളൊന്ന് പിടയും. ഒടുവിൽ ഗിരിയുടെ ബൈക്ക് മുറ്റത്ത് വന്ന് നിന്നപ്പോൾ അവൾക്ക് അവൻ അടുത്തേക്ക് ഓടിയെടുക്കാൻ ഒരു ആവേശം തോന്നിയിരുന്നു. പക്ഷെ എന്തോ അങ്ങനെ ചെയ്തില്ല അവൾ.
മഴ കാരണം ബൈക്ക് വെളിയിൽ വെച്ച് അവൻ അകത്തേക്ക് ഓടിക്കയറുമ്പോൾ എന്തേ വൈകിയതെന്ന് മാത്രം ചോദിച്ച് അവൾ അവന് പിന്നാലെ മുറിയിലെത്തി. മഴ തന്നെ കാരണം. കാർ കൊണ്ടിട്ട് തിരിക്കാൻ തുടങ്ങുമ്പോൾ മഴ തുടങ്ങി. ഷർട്ടിന്റെ ബട്ടണുകൾ ഓരോന്നായി അഴിക്കുന്ന കൂട്ടത്തിൽ അവൻ പറഞ്ഞവളെ നോക്കുമ്പോൾ തന്നോട് എന്തോ പറയാനുള്ള പോലെ ഉറ്റുനോക്കി നിൽക്കുന്ന അവളെയാണ് അവൻ കണ്ടത്. അവൻ കൈകൾ നിവർത്തി. എന്താ, എന്തെങ്കിലും പറയണോ? അവന്റെ സ്വരത്തിൽ അല്പം ക്ഷീണം ഉണ്ടായിരുന്നു. കാർത്തൊന്നും മിണ്ടിയില്ല. പകരം ആൾ വേഗം നടന്ന് അവന്റെ അരിയിലെത്തി. അധിക നേരം അവനെങ്ങനെ നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല അവൾക്ക്. അവന് മുറുകെ കെട്ടിപ്പിടിച്ച് അവന്റെ നെഞ്ചിലേക്ക് മുഖമമർത്തി നിൽക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു. ഏയ്, ഇന്നെന്താ ഇങ്ങനെ? അവൻ പതുക്കെ അവളുടെ മുടിയിൽ തലോടി. നന്ദി, എനിക്ക് വേണ്ടി, എന്റെ അച്ഛന് വേണ്ടി ചെയ്തതിനൊക്കെ. വിതുമ്പലുകൾക്കിടയിലൂടെ അവൾ പറഞ്ഞു. അവനതിന് ചിരിച്ചു. ഏയ്, എനിക്ക് നന്ദിയൊന്നും വേണ്ട. പെട്ടെന്ന് അവനങ്ങനെ പറഞ്ഞു. കാർത്തൊന്ന് പരിങ്ങി. പിന്നെന്ത് വേണം? അവളുടെ ചോദ്യത്തിന് അവൻ അവളുടെ മുഖം കൈക്കുമ്പിളെടുത്ത് താഴ്ത്തിയതും അവൾ വല്ലാതെ ഒന്ന് പതറിയിരുന്നു. അവൻ മെല്ലെ പറഞ്ഞു, എനിക്കൊരു ഉമ്മ വേണം. പെട്ടെന്ന് അത് കേട്ടതും കാർത്തുവിന്റെ ഉള്ളിലൊരു മിന്നൽ പിണർപ്പ് പാഞ്ഞു. അവൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾ അവനെ തന്നെ നോക്കി. എന്ന് പറ്റില്ലേ? അവൻ അവളെ തന്നെ നോക്കി വീണ്ടും ആവർത്തിക്കുമ്പോൾ അവൾക്ക് അതുവരെ ഇല്ലാത്തൊരു നാണമോ പരവേശമോ ഒക്കെ തോന്നിയിരുന്നു. ഗിരിയേട്ടൻ വെറുതെ തമാശ പറയാ പോയി. അവൾ അവനെ തട്ടിമാറ്റി പോകാൻ ശ്രമിച്ചെങ്കിലും അവൻ അവളെ വിട്ടില്ല. ഏയ്, ഇത് തമാശയല്ലേടി. അവളുടെ കണ്ണിലേക്ക് നോക്കി അവൻ വീണ്ടും പറഞ്ഞതും അവളുടെ ശരീരം ഒന്ന് വിറച്ചു. അവന്റെ ആ നോട്ടത്തിൽ പതിവില്ലാത്തൊരു തീക്ഷ്ണത അവൾ തിരിച്ചറിഞ്ഞു. ആ, വേഗാവട്ടെ. അവൻ അവൾക്കടുത്തേക്ക് മുഖമടുപ്പിച്ചതും അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെയായി പോയിരുന്നു. പിടഞ്ഞു മാറാൻ ശ്രമിച്ചിട്ടായില്ല. അവസാനം അധികം ആലോചിക്കാൻ നിൽക്കാതെ തന്റെ വിറക്കുന്ന ചുണ്ടുകൾ കൊണ്ട് അവൾ അവന്റെ കവിളിൽ പതിയെ തൊട്ട് അവനെ പിന്നിലേക്ക് തള്ളി പുറത്തേക്ക് ഓടുമ്പോൾ ആ ആദ്യ ചുംബനത്തിന്റെ ചൂടിൽ അങ്ങനെ തന്നെ നിന്നുപോയിരുന്നു അവനും. അന്ന് പിന്നെ അവൻ അഭിമുഖീകരിക്കാൻ ആൾക്ക് വല്ലാത്തൊരു മടിയായിരുന്നു. എന്നാൽ ഈ ഗിരിയേട്ടൻ എന്ത് പറ്റി? വട്ടായോ? ചമലും നാണവും അധികമായതുകൊണ്ട് തന്നെ അവന് വീട്ടിലെവിടെ വെച്ചുണ്ടാലും അവൾ കണ്ണുവെട്ടിച്ച് നടന്നു. അത് ആസ്വദിക്കാനെന്ന പോലെ ആള് വിടാതെ പിന്തുടരുകയും ചെയ്തു. അവൻ രാത്രി ഉറങ്ങാൻ നേരമായപ്പോൾ വേറെ വഴിയില്ലാതെയാണ് കാർത്തു മുറിയിലേക്ക് വന്ന്. അവനാണെങ്കിൽ നേരത്തെ വന്ന് തറയിൽ സ്ഥലവും പിടിച്ചിട്ടുണ്ടായിരുന്നു. അവൾ മുറിയിലെ വെളിച്ചണക്കുന്നിടയിൽ ഗിരിപതിയെ ചോദിച്ചു, എന്തേ, ഇന്ന് നിനക്ക് പേടിയൊന്നുമില്ലേ അവിടെ ഒറ്റയ്ക്ക് കിടക്കാൻ? അതോ ഞാൻ അങ്ങോട്ട് വരണോ? അവന്റെ ചോദ്യത്തിലെ കുസൃതി മനസ്സിലായ കാർത്തു വേഗം കട്ടിൽ വന്നിരുന്നവനെ നോക്കി. ഇല്ല, എനിക്കൊരു പേടിയില്ല, ഏട്ടൻ അവിടെ തനിയായി കിടന്നാ മതി. അവൾ ശബ്ദം താഴ്ത്തി പറയുമ്പോൾ അവന് ചിരി വന്നു. എന്നാ ശരി, പേടിയില്ലാത്തവര് സുഖമായിട്ട് ഉറങ്ങിക്കോ, പക്ഷെ അടുത്തിടിക്ക് കൂട്ടി വിളിച്ചേക്കരുത്. അവനതും പറഞ്ഞ് തിരിഞ്ഞു കിടന്നു. പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി കിടക്കുമ്പോൾ കാർത്തുവിന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. ഗിരിയുടെ ആ സാമീപ്യം നൽകുന്ന സുരക്ഷിതത്വത്തിൽ മഴയുടെ സംഗീതം കേട്ട് അവൾ പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. പതിവിൽ ഉന്മേഷത്തോടെയാണ് അവനന്ന് ഉണർന്ന്. കട്ടിൽ നോക്കുമ്പോൾ അവളില്ല. അടുക്കളയിൽ ഉണ്ടാകുമെന്ന് ഊഹിച്ച് അവിടെ എത്തുമ്പോൾ സാധാരണ കാണാറുള്ള അമ്മയുടെയും മകളുടെയും ചിരിയോ ബഹളമോ ഒന്നും അന്നില്ല. പകരം രണ്ടാളുടെയും മുഖത്ത് വല്ലാത്തൊരു ഗൗരവം. എന്താ ഇവിടെ ഒരു ആലോചന? ഗിരി അങ്ങോട്ടേക്ക് നടന്നു. സരസ്വതി അമ്മാവനെ നോക്കി. അത് ഗിരി സീത വിളിച്ചിരുന്നു. അവൾക്ക് നല്ല ജലദോഷവും പനിയും. ദിവാകരൻ കിടപ്പിലായതുകൊണ്ട് അവിടെ കാര്യങ്ങൾ നോക്കാൻ ആരുമില്ല. മോളോട് 2 ദിവസം അവിടെ വന്ന് നിൽക്കുമെന്ന് ചോദിച്ചു. അമ്മയുടെ വാക്കുകൾ കേട്ടതും ഗിരിയുടെ മുഖത്ത് ഉത്സാഹമെല്ലാം കെട്ടണഞ്ഞിരുന്നു. 2 ദിവസം അവളില്ലാതെ. പക്ഷെ സാഹചര്യം മോശമാണെന്ന് അവനറിയാം. അച്ഛന് വയ്യാത്തല്ലേ ഗിരി, നീ എതിരൊന്നും പറയരുത്, അമ്മ വീണ്ടും പറഞ്ഞു. ഗിരി കാർത്തുവിനെ നോക്കി. ആൾ മറുപടിയൊന്നും പറയാൻ നിൽക്കുകയാണ്. തന്റെ അനുവാദത്തിന് വേണ്ടിയുള്ള ആ കാത്തിരിപ്പ് കണ്ടപ്പോൾ ഉള്ളിലെ ഇഷ്ടക്കേട് മറച്ചു പിടിച്ച അവൻ മൂളി. പോയിക്കോ, അവിടെ ആരും ഇല്ലാത്തല്ലേ. ഗിരി സമ്മതം മൂളിയതും കാർത്തുവിന്റെ മുഖം തെളിഞ്ഞു. അവളുടെ ആ സന്തോഷം കണ്ടപ്പോൾ ഗിരിക്ക് കുശുമ്പ് തോന്നി. ഞാനില്ലാതെ മാറി നിൽക്കുന്നതിന്റെ വിഷമമൊന്നും ഇവൾക്കില്ലേ എന്നൊരു തോന്നൽ. അവൻ വേഗം തോർത്തുമെടുത്ത് കുളിക്കാൻ പുറത്തേക്ക് ഇറങ്ങിയതും അവൾ മുറിയിലേക്ക് പോയിരുന്നു. കുളി കഴിഞ്ഞ് മുറിയിലേക്ക് തിരികെ വന്ന് ഗിരി കണ്ടത് പോവാനുള്ള വസ്ത്രങ്ങളെല്ലാം പാക്ക് ചെയ്ത് കട്ടിലിൽ അടുക്കി വെച്ചിരിക്കുന്ന കാർത്തുവിനെയാണ്. അവളുടെ ഒരുക്കങ്ങൾ കണ്ടപ്പോൾ അവന്റെ ഉള്ളിലെ നീരസം കൂടി. അവൻ അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ കണ്ണാടിക്ക് മുന്നിലേക്ക് പോയി മുടി ചെയ്യുവാൻ തുടങ്ങി. ഷർട്ട് എടുത്തിടുന്നതിനിടയിലും കണ്ണാടിയിലൂടെ അവൻ അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾ അവന്റെ അരികിലേക്ക് വന്നെങ്കിലും അവൻ കണ്ട ഭാവം നടിച്ചില്ല. ഒടുവിൽ സായിയേട്ട അവൾ ഉറക്കി വിളിച്ചു, ഗിരിയേട്ടാ. അവനൊന്ന് ഞെട്ടിയെങ്കിലും ഭാവവ്യത്യാസമില്ലാതെ തിരിഞ്ഞു നോക്കി. എന്താ, നിങ്ങൾക്കിതെന്താ പറ്റിയത്? വല്ലാത്തൊരു ഗൗരവം. അവൾ അവന്റെ മുമ്പിലേക്ക് കയറി നിന്നു. എനിക്കൊരു ഗൗരവവും ഇല്ല, നീ പോവാൻ നോക്ക്, നേരം വൈകും. അതും പറഞ്ഞ് അവൻ പുറത്തേക്ക് പോകാൻ തുടങ്ങിയതും അവൾ പാഞ്ഞു വന്ന് അവന്റെ കയ്യിൽ കയറി പിടിച്ചു. അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ, ഈ മനസ്സിലിപ്പോൾ എന്താന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. അവളുടെ കൈകളുടെ സ്പർശനവും ആ ഉറച്ച നോട്ടവും ഗിരിയെ തളർത്തുന്നുണ്ടായിരുന്നു. അവൻ പതുക്കെ തന്നെ നോട്ടം അവളുടെ കണ്ണുകളിലേക്ക് മാറ്റി. ആ കണ്ണുകളിൽ വിരിയുന്ന കുസൃതിയും സ്നേഹവും കണ്ടപ്പോൾ പിടിച്ചു വെച്ചിരുന്ന അവന്റെ ഗൗരവം പതുക്കെ അലിഞ്ഞു തുടങ്ങി. ഞാൻ പോകുന്നതിൽ ഏട്ടന് സങ്കടമുണ്ടോ? അവൾ ശബ്ദം താഴ്ത്തി ചോദിക്കുമ്പോൾ അവൻ ആദ്യമൊന്നും പറഞ്ഞില്ല.
എന്നാൽ പെട്ടെന്ന് മുഖത്ത് വല്ലാത്തൊരു ഗൗരവം വാരി വിതറിക്കൊണ്ട് അവളെ നോക്കി. സങ്കടോ? എന്തിന്? ഒന്ന് പോടി അവിടുന്ന്. അവനൊരു പുച്ച ചിരിയോടെ ഷർട്ടിന്റെ കോളർ ശരിയാക്കുമ്പോൾ അവൾക്ക് അവന്റെ മറുപടിയിൽ ദേഷ്യം തോന്നി. അവൾ കൈകൾ കിട്ടി അവനെ രൂക്ഷമായി നോക്കി. ഓ, അപ്പൊ അങ്ങനെയാണല്ലേ? ഞാൻ കരുതി ഇന്നലെ ഉമ്മയൊക്കെ ചോദിച്ചപ്പോൾ നിങ്ങൾ മാറിയെന്ന്. സാരല്ല, നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ ഇങ്ങോട്ട് വരുന്നേ ഇല്ല. എന്തേ? ആൾ മുഖം വീർപ്പിച്ച് ദേഷ്യത്തിൽ പറഞ്ഞ് മുന്നോട്ട് കിടക്കുമ്പോൾ അവനും വിട്ടു കൊടുക്കാനുള്ള മനസ്സ് വന്നില്ല. വരുന്നില്ലെങ്കിൽ വരണ്ട, പോരെ? ഒട്ടും ഗൗരവം വിടാതും പറഞ്ഞ് ഗിരി അവരുടെ ബാഗ് എടുത്ത് തോളിട്ട് മുറിയിൽ നിന്ന് പുറത്തേക്ക് നടന്നു. വേഗം വന്നാൽ ഞാൻ നിന്നെ അവിടെ ആക്കിയിട്ട് പോവാം, എനിക്ക് ബസ്സിൽ കയറാൻ സമയമായി. അവന്റെ മറുപടികൾ അവനെ നോക്കി പിറുപിറുത്ത് അവന്റെ പിന്നാലെ നടന്നു. മുറ്റത്ത് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് നിൽക്കായിരുന്നു ഗിരി. അവൾ ദേഷ്യത്തോടെ ബൈക്കിന്റെ പിന്നിൽ കയറിയിരുന്നു. പഴയതുപോലെ അവന്റെ തോളിൽ പിടിക്കാതെ അകലം പാലിച്ചൊരു വാശിയോടെയാണ് അവിടെ ഇരുന്നത്. എന്നാൽ ഗിരി ബൈക്കൊന്ന് കുതിപ്പിച്ചതും ബാലൻസ് കിട്ടാതെ കാർത്തവന്റെ തോളിൽ മുറുകെ പിടിച്ചുപോയിരുന്നു. അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി മിന്നിമാഞ്ഞ നിമിഷം. പതിയെ പോണോ മനുഷ്യ? ആളവന്റെ തോളിൽ നുള്ളു കൊടുത്തിട്ടും ഒന്നും മിണ്ടാതെ ഒരു കള്ളച്ചിരിയോടെ അവൻ ബൈക്ക് മുന്നോട്ടെടുത്തു. യാത്രയിലൂടെ നീളം രണ്ടുപേരും പരസ്പരം ഒന്നും മിണ്ടിയില്ലെങ്കിലും ആ ദൂരം അത്രയും അവരുടെ മനസ്സുകൾ പരസ്പരം എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ ബൈക്ക് കാർത്തുവിന്റെ വീടിന് മുമ്പിലെത്തി നിന്നു. ബൈക്കിന്റെ ശബ്ദം കേട്ട സീത ഉമ്മറത്തേക്ക് ഓടി വന്നു. ഗിരി വന്നോ? അകത്തേക്ക് വരൂ. അവരവനെ സന്തോഷത്തോടെ വിളിച്ചു. പക്ഷേ ഗിരിക്ക് അപ്പോഴും അവരോടൊക്കെ പൂർണ്ണമായിട്ട് ഇടപഴകാൻ എന്തോ ഒരു മടിയും പ്രയാസവും ഒക്കെ ഉണ്ടായിരുന്നു. വൈകിട്ട് പറഞ്ഞു. അവൻ ബൈക്കിൽ നിന്നിറങ്ങാതെ തന്നെ ബാഗ് കാർത്തുവിന് നീട്ടിക്കൊണ്ട് പറയുമ്പോൾ സീത അതിന് മൂളി. അവൻ ബൈക്ക് തിരിക്കുമ്പോൾ കാർത്തു അവനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. തന്റെ ദേഷ്യമൊക്കെ എവിടെയോ പോയി മറിഞ്ഞ അവൾ അറിഞ്ഞു. ഗിരിയുടെ ബൈക്ക് റോഡ് തിരിയുന്നവരെ അവൾ ആ വഴിയിലേക്ക് തന്നെ നോക്കി നിന്നു. താൻ കുറച്ചു നേരം മുമ്പ് പറഞ്ഞ വാശിയൊക്കെ വെറുതെ ആയിരുന്നു എന്ന് അവളുടെ മനസ്സപ്പോൾ മന്ത്രിക്കുന്നുണ്ടായിരുന്നു. ഗിരി പോയ നിമിഷം മുതൽ കാർത്തുവിന്റെ ഉള്ളിൽ വല്ലാത്തൊരു ശൂന്യത പടർന്നിരുന്നു. അവൾക്ക് മാത്രമല്ല, ഗിരിക്കും അതേ അവസ്ഥ തന്നെയായിരുന്നു. അവള് വീട്ടിലാക്കി തിരികെ പോരുമ്പോൾ ഇന്ന് രാത്രി ആ വീട്ടിൽ അവളുടെ ബഹളങ്ങളോ കുസൃതികളോ ഉണ്ടാവില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ അവന്റെ മനസ്സ് വല്ലാതെ വിങ്ങി. ബസ്സിലിരിക്കുമ്പോഴും അവന്റെ ചിന്തകൾ മുഴുവൻ ആ കുസൃതിക്കാരിയുടെ മുഖത്തായിരുന്നു. നേരം സന്ധ്യയായി. ഉമ്മറത്ത് സീത വിളക്ക് വെക്കുമ്പോൾ മുതൽ കാർത്തുവിന്റെ കണ്ണുകൾ റോഡിലേക്കായിരുന്നു. ദൂരെ ഒരു വണ്ടിയുടെ വെളിച്ചം കാണുമ്പോഴേക്കും അവളുടെ ഉള്ളൊന്ന് തുടിക്കും. പക്ഷെ ഓരോ വണ്ടിയും കടന്നു പോകുമ്പോൾ അവളുടെ മുഖം മങ്ങും. അവളുടെ ഈ വെപ്രാളവും കാത്തിരിപ്പും സീതമ്മ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അവരൊന്നും ചോദിച്ചില്ല. സമയം 7 കഴിഞ്ഞു. ഒടുവിൽ ആ ബൈക്കിന്റെ ശബ്ദം അവൾ കേട്ടു. അവൾ അറിയാതെ തന്നെ ഉമ്മറത്തേക്ക് ഓടിയെത്തി. പക്ഷേ വണ്ടി നിർത്തി ഇറങ്ങി വന്ന ഗിരിയുടെ മുഖത്ത് വല്ലാത്തൊരു ഗൗരവമായിരുന്നു. ഗിരി വന്നോ? അകത്തേക്ക് വരും. സീത അവനെ സ്നേഹത്തോടെ ക്ഷണിച്ചു. അവൻ അവരെ നോക്കിയൊന്ന് മോള് മാത്രം ചെയ്തു. നേരെ ദിവാകരൻ കിടക്കുന്ന മുറിയിലേക്കാണ് പോയത്. കാർത്തു അവിടെ തന്നെ നിന്നു. കുറച്ചേരം അച്ഛനോട് വിശേഷങ്ങൾ തിരക്കി അവൻ പുറത്തേക്ക് വരുമ്പോഴേക്കും അവൾ അവനുള്ള ചായയുമായി എത്തിയിരുന്നു. ചായ നീട്ടുമ്പോൾ അവൾ തന്നെ നോക്കി. പക്ഷെ അവൻ ആ ഗൗരവം വിടാതെ ചായ വാങ്ങി വരാന്തയിലേക്ക് നടക്കുമ്പോൾ അവൻ തന്നോട് മിണ്ടാതെ പോകുന്നതിന്റെ സങ്കടത്തോടെ അവൾ അവന് പുറകെ നടന്നു. അവിടെ നിന്ന് ഇരുട്ടിലേക്ക് നോക്കി ആ ചായ കുടിക്കുമ്പോഴും അവൻ അവളോടൊരു വാക്ക് പോലും മിണ്ടിയില്ല. കാർത്തുവിന്റെ ഉള്ളിൽ സങ്കടം ഇരച്ചു കയറി. ചായ കുടി ചേർത്ത് ഗ്ലാസ് തിരികെ നൽകുമ്പോഴും ഗിരി അവളെ നോക്കുപോലും ചെയ്തില്ല. ആ അവഗണന കാർത്തുവിന് താങ്ങാവുന്നതിൽ അധികമായിരുന്നു. അവൾ ഗ്ലാസ് വാങ്ങി വേഗം അടുക്കളയിലേക്ക് നടന്നു. കണ്ണുകളിൽ ഈറൻ പടർന്നിരുന്നു. അവൻ പുറപ്പെടാൻ തുടങ്ങിയാണെന്ന് മനസ്സിലായപ്പോൾ അവൾ വീണ്ടും ഉമ്മറത്തേക്ക് വന്നു. ഗിരി ബൈക്കിന്റെ താക്കോൽ കയ്യിലെടുത്ത് സീതമ്മയോട് യാത്ര പറയുകയായിരുന്നു. അമ്മേ, എന്നേനെ ഇറങ്ങുക, നാളെ സമയം കിട്ടുമ്പോൾ വരാം. അവൻ പോകാനായി തിരിഞ്ഞു. കാർത്തു ഓടി അവന്റെ മുമ്പിൽ ചെന്ന് നിന്നു. അവളുടെ വിറക്കുന്ന ചുണ്ടുകളും നിറഞ്ഞ കണ്ണുകളും കണ്ടപ്പോൾ ഗിരിയുടെ ഉള്ളിലൊന്ന് പിടഞ്ഞു. എങ്കിലും പുറമെ ആ ഭാവം കാട്ടാതെ അവൻ അവളെ മറികടന്നു പോകാൻ ശ്രമിച്ചു. അവൾ മുന്നോട്ട് നടന്നു. ഗിരിയേട്ടാ, ഒന്നിന്നേ. അവളുടെ സ്വരമിടറുന്നുണ്ടായിരുന്നു. ഗിരി ബൈക്കിനടുത്തെത്തി നിന്നു. എന്താ? അവൻ ഗൗരവത്തിൽ ചോദിച്ചു. എത്ര നേരം വെച്ച ഏട്ടൻ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നത്? ഞാൻ രാവിലെ ഒരു തമാശ പറഞ്ഞ. അവളുടെ നിഷ്കളങ്കമായ ചോദ്യത്തിന് മുമ്പിൽ ഗിരിയുടെ ഗൗരവത്തിന്റെ മതിൽക്കെട്ടുകൾ തകർന്നു വീണു. അവൻ ചുറ്റും നോക്കി. സീതമ്മ അകത്തേക്ക് പോയിരുന്നു. അവൻ പതുക്കെ അവൾക്കടുത്തേക്ക് നീങ്ങി നിന്നു. ഞാൻ മിണ്ടായിരിക്കുന്ന ദേഷ്യം കൊണ്ടല്ലടി. പിന്നെ ഞാൻ നിന്നോട് മിണ്ടിപ്പോയാലേ നിന്നെ ഇവിടെ ഇട്ട് പോകാൻ തോന്നില്ല എനിക്ക്. ഗിരിയുടെ ആ തുറന്ന പറച്ചിൽ കാർത്തുവിന്റെ ഉള്ളിലെ സങ്കടമൊക്കെ മായ്ച്ചു കളഞ്ഞു എന്ന് മാത്രമല്ല, അവൾ അത്ഭുതത്തോടെ അവനെ അങ്ങനെ നോക്കി നിന്ന് പോയിരുന്നു. താൻ കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകളിൽ ഏതോ ഒന്ന് കേട്ട നിമിഷം. അപ്പൊ ഗിരിയേട്ടന് എന്നെ ഇഷ്ടമാണല്ലേ? അവൾ ആവേശത്തോടെ ചോദിച്ചു. ഗിരിയൊന്നും മിണ്ടിയില്ല. പകരം അവളുടെ നെറുകയിൽ പതുക്കാൻ തലോടി. നാളെ രാവിലെ ഞാൻ വരും, റെഡിയായിരുന്നോണം. അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ കാർത്തു സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ എന്തോ കരഞ്ഞു പോയിരുന്നു. അന്ന് രാത്രി അവർക്ക് രണ്ടിനും ഉറക്കം കുറവായിരുന്നു. കാർത്തു തന്റെ പഴയ മുറിയിൽ കിടക്കുമ്പോഴും ഗിരിയുടെ ഗന്ധവും അവന്റെ സാമീപ്യവും ഇല്ലെന്നത് അവളെ വല്ലാതെ അലട്ടി. ഗിരി ആവട്ടെ തറയിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ അവളുടെ ഓരോ കുസൃതികളും ഓർത്ത് വെറുതെ പുഞ്ചിരിച്ചുകൊണ്ടിരുന്നു. പിറ്റേന്ന് രാവിലെ വെളിച്ചം വീഴുന്നതിന് മുന്നേ ഗിരിയുടെ ബൈക്ക് കാർത്തുവിന്റെ വീടിന് മുമ്പിലെത്തി.
അവൻ വരുന്ന കാത്തവൾ അപ്പോഴേക്കും ഉമ്മർത്ത് റെഡിയായി നിൽപ്പുണ്ടായിരുന്നു. ആളെ കണ്ടതും ഗിരി ബൈക്ക് നിർത്തി. ഇത്ര വേഗം ഒരുങ്ങിയോ? പിന്നെ ഒരുങ്ങാതെ, എന്റെ ഭർത്താവിനെ എന്നെ കാണാതെ പറ്റില്ലെന്ന് പറയുമ്പോ ഞാനെങ്ങനെ മാറിയിരിക്കും? ആളുടെ മറുപടി കേട്ട് ഗിരി ഒന്ന് ചിരിച്ചു. ആ ചിരിയിലെല്ലാ പിണക്കങ്ങളും അലിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അവർ തിരികെ വീട്ടിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ആ പഴയ വഴക്കുകൾക്കപ്പുറം ഹൃദയം കൊണ്ട് അവർ ഒന്നിച്ചു കഴിഞ്ഞിരുന്നു. മഴ പെയ്തു തോന്നുന്ന ആ പ്രഭാതത്തിൽ ബൈക്കിന്റെ പിന്നിൽ നിന്ന് അവന്റെ തോളിൽ താടി വെച്ചവൾ പറഞ്ഞു, ഇനി എങ്ങോട്ട് എന്നെ ഒറ്റയ്ക്ക് വിടരുത് കേട്ടോ. ഗിരി അവളുടെ കൈകളിൽ നിന്ന് അമർത്തി പിടിച്ചു. അത് മതിയായിരുന്നു അവൾക്ക്. ആ ആയുസ് മുഴുവൻ അവൻ കൂടെ ഉണ്ടാവുമെന്ന ഉറപ്പിന്. ഗിരിയുടെ ബൈക്ക് മുറ്റത്തേക്ക് എത്തിയത് അറിഞ്ഞതും സരസ്വതിയമ്മ വേഗം പുറത്തേക്ക് ഇറങ്ങിച്ചെന്നിരുന്നു. കാർത്തുവിനെ കണ്ടതും അവരുടെ മുഖം വിടുന്നു. ആഹാ, എന്റെ മോളെത്തിയോ? ഇവ രാവിലെ തന്നെ പോയി കൂട്ടിക്കൊണ്ടുവരുമെന്ന് കരുതിയില്ല. കാർത്തി ചിരിച്ചുകൊണ്ട് ഗിരിയെ നോക്കി. അവനൊന്നും കേൾക്കാത്ത ഭാഗത്തിൽ അകത്തേക്ക് നടന്നു. അവൻ മുറിയിലെത്തി കുറെ നേരം അവൾ അങ്ങോട്ട് വരുമെന്ന് എഴുതി കാത്തിരുന്നു. എങ്കിലും അമ്മയോട് സംസാരിച്ച് അവൾ അടുക്കളയിൽ തന്നെ നിന്നു. അവസാനം ഗിരി പതിയെ അടുക്കളയിലെത്തിയെങ്കിലും അമ്മ കൂടെയുള്ളതുകൊണ്ട് അവളോടൊന്നും പറയാൻ കഴിഞ്ഞില്ല. പക്ഷേ ജോലിക്ക് പോകുന്നതിനിടയിൽ ആരും കാണാതെ അവൾക്ക് നേരെ ഒന്ന് കണ്ണി ചിമ്മി കാണിക്കാൻ അവൻ മറന്നില്ല. ആ ഒരു ചെറിയ ചലനം മതിയായിരുന്നു അവളുടെ മുഖത്തെ ചുവപ്പ് രാശി പടരാൻ. അന്ന് വൈകുന്നേരം ഗിരി ജോലി കഴിഞ്ഞ് വന്നപ്പോഴും കാർത്തു അടുക്കളയിൽ സരസ്വതിയമ്മയെ സഹായിക്കുകയായിരുന്നു. ഗിരി നേരെ അടുക്കളയിലേക്ക് നടന്നു. അമ്മേ, നല്ല വിശപ്പ്, ചായ ഉണ്ടോ? സരസ്വതിയമ്മ അവനെ നോക്കിയാൽ ചിരിച്ചു. ചായ മാത്രല്ലടാ, ഇന്ന് നിന്റെ ഇഷ്ടമുള്ള സുഖിയും കാർത്തു ഉണ്ടാക്കിയിട്ടുണ്ട്, അവൾ അങ്ങോട്ട് കൊണ്ടുതരും. അമ്മ അതും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതും ഗിരി കാർത്തുവിന്റെ അരികിലേക്ക് നീങ്ങി നിന്നു. അവൾ ചൂടുള്ള സുഖിയൻ പാത്രത്തിലേക്ക് പകർത്തുകയായിരുന്നു. അപ്പൊ എന്റെ ഇഷ്ടങ്ങളൊക്കെ പഠിച്ചു തുടങ്ങിയല്ലേ? അവനവളുടെ കാതോരം പതിയെ ചോദിച്ചു. കാർത്തു ഞെട്ടി. അതൊക്കെ എപ്പോഴേ പഠിച്ചിട്ടല്ലേ ഞാൻ നിങ്ങളുടെ പുറകെ കൂടിയത്? കുസൃതിയോട് അവൾ അവനെ നോക്കി പറയുമ്പോൾ അവനൊരു ചിരിയോടെ ഒന്നുകൂടി അവളിലേക്ക് ചേർന്ന് നിന്നു. അവളുടെ കൈത്തണ്ടയിൽ പതുക്കെ പിടിച്ചു. ഇത്രയും സ്നേഹത്തോടെ ഉണ്ടാക്കിയതല്ലേ, ഇതിനൊരു സ്പെഷ്യൽ സമ്മാനം വേണ്ടേ? കാർത്തുവിന്റെ ഹൃദയമിടിപ്പ് കൂടി. സമ്മാനക്ക് പിന്നെ തരാം, ഇപ്പൊ ഇത് വാങ്ങി പുറത്തേക്ക് വേഗം പോയിക്കോ. അമ്മ വരുന്നുണ്ടോ എന്ന് നോക്കി അവൾ പറയുമ്പോൾ അവൻ അവളുടെ കയ്യിൽ നിന്ന് ആ പാത്രം വാങ്ങി മേശപ്പുറത്ത് വെച്ചു. അവളുടെ നെറ്റിയിൽ അമർത്തി ഒരു ചുംബനം നൽകിയതും കാർത്തു സ്തംഭിച്ച് നിന്നു പോയിരുന്നു. അടുക്കളയുടെ വാതിലിന് പിന്നിൽ അമ്മയുണ്ടോ എന്ന ഭയവും അവന്റെ സ്നേഹപ്രകടത്തിന്റെ ഞെട്ടലും അവളെ ആകെ തളർത്തി. ഇത് മുൻകൂറായി തന്ന, ബാക്കി രാത്രിയാവട്ടെ. അവനൊരു കള്ളച്ചിരിയോടെ പാത്രം എടുത്ത് പുറത്തേക്ക് നടക്കുമ്പോൾ അവളവിടെ തറഞ്ഞു പോയിരുന്നു. രാത്രിയായി. മഴ വീണ്ടും കനത്ത് പെയ്യാൻ തുടങ്ങിയിരുന്നു. ജനലിലൂടെ തണുത്ത കാറ്റ് അകത്തേക്ക് അടിച്ചു കയറുന്നു. കാർത്തു കട്ടിൽ കിടക്കുകയായിരുന്നു. ഗിരി പതിവ് പോലെ തറയിൽ പായ വിരിച്ച് കിടന്നു. പക്ഷെ രണ്ടുപേർക്കും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്നൊരു വലിയ ഇടിമിന്നലുണ്ടായതും കാർത്തു അറിയാത്തതിന്റെ ഒരു നിലവിളിയോടെ കട്ടിൽ നിന്നിറങ്ങി ഗിരിയുടെ അരികിലേക്ക് ചാടി. ആളവന്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു. ഗിരി എഴുന്നേറ്റിരുന്നു. എന്താടി, പേടിച്ചോ? അത് ആ ശബ്ദം കേട്ടപ്പോ ആൾ വിറക്കുന്നുണ്ടായിരുന്നു. ഗിരി ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. ഇന്നലെ ഞാൻ പറഞ്ഞല്ലേ, അടുത്ത് ഇടിവെട്ടുമ്പോ എന്നെ കൂട്ടുവിളിക്കരുതെന്ന്. കാർത്തു ഒന്നും മിണ്ടാതെ അവന്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു. ആ തണുപ്പിൽ അവന്റെ ശരീരത്തിന്റെ ചൂട് അവൾക്ക് വലിയൊരു സുരക്ഷിതത്വം നൽകി. കുറച്ചേറെ ആ നിശബ്ദതയിൽ അവരങ്ങനെ ഇരുന്നു. കാർത്തു, ഇത്രയും കാലം നമുക്കിടയിലുണ്ടായിരുന്ന ആ ദൂരമില്ലേ, അതൊക്കെ ഇനിയും വേണം? അവന്റെ പതിഞ്ഞ സ്വരത്തിലുള്ള ചോദ്യത്തിന് അവൾ തല ഉയർത്തി അവനെ നോക്കി. അവളുടെ മുഖം വല്ലാതെ ചുവന്നു. ഗിരി അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്തു. അവന്റെ കണ്ണുകളിൽ പ്രണയം നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. അവൻ പതുക്കെ അവളുടെ ചുണ്ടുകളിലേക്ക് മുഖമടുപ്പിച്ചു. ഇത്തവണ അവൾ പിന്തിരിഞ്ഞു മാറിയില്ല. അവനെ ഇറുക്കി പിടിച്ചുപോയി അവൾ. ആ നിമിഷം ആ മുറിയിലെ അന്തരീക്ഷം വല്ലാതെ മാറി മറിഞ്ഞു. പുറത്ത് മഴയുടെ താളം മുറുകുമ്പോഴും അകത്ത് പ്രണയത്തിന്റെ ചൂട് പടരുകയായിരുന്നു. ഗിരിയുടെ ഓരോ സ്പർശനവും കാർത്തുവിനെ തൊട്ടുണർത്തി. ഗിരിയുടെ മുഖം തന്നിലേക്ക് അടുക്കുമ്പോൾ കാർത്തുവിന്റെ ശ്വാസം നിലച്ചു പോയതുപോലെ തോന്നി. അവന്റെ ചുണ്ടുകൾ വീണ്ടും വീണ്ടും തന്റെ അത്തരങ്ങളിൽ അമർന്നപ്പോൾ അവൾ അറിയാതെ തന്നെ കണ്ണുകൾ ഇറുക്കി അടച്ചു. ആദ്യമായിട്ട് അനുഭവിക്കുന്ന ആ പ്രണയ ചൂടിൽ അവൾ ഉരുകി പോകുന്നുണ്ടായിരുന്നു. ഗിരി പതുക്കെ അവളെ കട്ടിലേക്ക് എടുത്തു കിടത്തി. ഞാൻ എന്റെ സ്വന്തമായിക്കോട്ടെ നിന്നെ? അവന്റെ ചോദ്യം അവളുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പോലെ പൊളഞ്ഞു കയറി. നാണം കൊണ്ടാവണം തന്റെ കൈകൾ അവന്റെ കഴുത്തിന് ചുറ്റും പിണച്ച് അവന്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ച്. മുറിയിൽ ആ ചെറിയ വെളിച്ചമണയ്ക്കുമ്പോൾ പുറത്തെ മഴയുടെ സംഗീതം മാത്രമായിരുന്നു അവർക്കിടയിലെ സാക്ഷി. ആ തണുത്ത രാത്രിയിൽ അവരുടെ ഹൃദയങ്ങൾക്കൊപ്പം ആ രണ്ട് ശരീരങ്ങൾ ഒന്നായി മാറി കഴിഞ്ഞിരുന്നു. ഒടുവിൽ തളർന്ന അവന്റെ നെഞ്ചിലേക്ക് ചായുമ്പോഴും കാർത്തുവിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ഗിരി അവളുടെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു. വേദനിച്ചോ? ഇല്ലെന്നവൾ പറഞ്ഞു. ഉറങ്ങിക്കോ. അവന്റെ ആ കൈകൾക്കുള്ളിൽ ചുരുണ്ടുകൂടി കിടക്കുമ്പോൾ താനാണ് ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതി എന്ന് പോലും അവൾക്ക് തോന്നിപ്പോവുകയായിരുന്നു. പിറ്റേന്ന് രാവിലെ ഉണർന്നപ്പോൾ കാർത്തു കണ്ട് തന്നെ നോക്കിക്കിടക്കുന്ന ഗിരിയാണ്. അവന്റെ നോട്ടത്തിൽ ആ പഴയ ഗൗരവമില്ല, പകരം തന്റേതു മാത്രമായുള്ള ഒരുവളോടുള്ള കരുതൽ മാത്രമായിരുന്നു അവൾ കണ്ടത്. എന്തേ നോക്കുന്നത്? അവൾ നാണത്തോടെ ചോദിച്ചു.
എന്റെ ഭാര്യ ഇത്ര സുന്ദരിയാണെന്ന് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അവൻ കളിയാക്കി പറഞ്ഞു. അവൾ അവനെന്ന് തല്ലി എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ അവളെ വിട്ടില്ല. ഇന്ന് നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ? ഒരു യാത്ര. എങ്ങോട്ട്? നീ പറയുന്നിടത്തേക്ക്. എന്നാ നമുക്ക് മൂന്നാർക്ക് പോയാലോ? ഈ മഴയും മഞ്ഞൊക്കെയുള്ള കാലാവസ്ഥയിൽ നമ്മൾ ഒരുമിച്ച് ബൈക്കില് എന്തേ പറ്റുമോ? ഒരു പുരികം പൊക്കി അവൾ ചോദിക്കുമ്പോൾ റിസ്ക് ആണ്. എങ്കിലും നിന്റെ ഒരു ആഗ്രഹമല്ലേ, ഇന്ന് തന്നെ നമുക്ക് പോയേക്കാം. അവന്റെ ആ ഉറപ്പ് അവളുടെ മുഖത്തുണ്ടാക്കിയ ഉണർവ് അവൻ നോക്കിന്ന് പോയിരുന്നു. അമ്മയോട് യാത്ര പറഞ്ഞ് രാവിലെ തന്നെ അവരിറങ്ങി. അവന്റെ ബൈക്കിലായിരുന്നില്ല യാത്ര. ഒരു കൂട്ടുകാരന്റെ ബുള്ളറ്റ് എടുത്ത് അതിലായിരുന്നു അവർ മൂന്നാർക്ക് വിട്ടത്. യാത്രയിലുടനീളം കാർത്തു വലിയൊരു ആവേശത്തിലായിരുന്നു. ബൈക്കിന് പിന്നിൽ നിന്ന് ഗിരിയെ ചേർത്ത് പിടിച്ച് പ്രകൃതിയുടെ പച്ചപ്പും തണുത്ത കാറ്റും ആസ്വദിക്കുമ്പോൾ അവൾക്ക് ജീവിതം ഒരു സ്വപ്നം പോലെ തോന്നി. ഗിരിയേട്ടാ നോക്കി, ആ മലനിരകൾക്കിടയിലൂടെ മഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ടോ? ആൾ അവന്റെ തോളിൽ താടി വെച്ച് പറയുമ്പോൾ ഗിരി മിററിലൂടെ കാണുന്ന അവളുടെ മുഖത്തേക്ക് ശ്രദ്ധിക്കുകയായിരുന്നു. കാണുന്നുണ്ട്, പക്ഷേ ഇതിനേക്കാൾ ഭംഗി നിന്റെ ഈ സന്തോഷം കാണാനാ. അവൻ കണ്ണാടിയിലൂടെ അവൾ നോക്കി പുഞ്ചിരിച്ചു. മൂന്നാറിലെ ഒരു ചെറിയ ഹോം സ്റ്റേയിലാണ് അവർ തങ്ങിയത്. ജനൽ തുറന്നാൽ തേയിലത്തോട്ടങ്ങളിലേക്ക് പടർന്നു കിടക്കുന്ന മഞ്ഞ് കാണാം. തണുപ്പാസ്തികളിലേക്ക് അരിച്ചു കയറുന്ന ആ രാത്രിയിൽ അവർ പുതപ്പിനുള്ളിൽ പരസ്പരം ചൂട് പകർന്നു കൊടുത്തു. നമ്മൾ എത്ര കാലം വെറുതെ വഴക്കിയിട്ടെന്ന് ഇപ്പൊ ഗിരിയേട്ടന് തോന്നുന്നുണ്ട്? ഇടയ്ക്ക് അവൾ ചോദിക്കുമ്പോൾ ഗിരി അവളെ ചേർത്തിരുത്തി അവളുടെ മുടിയഴകൾക്കിടയിലൂടെ വിരലോടിച്ചു. അതൊക്കെ ഇന്ന് ഓർക്കാനൊരു സുഖമല്ലേ? ആ വഴക്കുകൾക്കിടയിലല്ലേ നമ്മൾ പോലും അറിയാതെ ഇങ്ങനെ അടുത്തത്. ആളാനെ നെഞ്ചിലേക്ക് മുഖമമർത്തി. അവിടെ ചെലവഴിച്ച ആ 3 ദിവസങ്ങൾ അവർക്ക് മറക്കാനാവാത്ത അനുഭവങ്ങളായിരുന്നു സമ്മാനിച്ചത്. മഞ്ഞു വീണ പാതകളിലൂടെ ഗിരി അവളെ ചേർത്ത് പിടിച്ച് നടത്തുമ്പോൾ അവളവന്റെ കണ്ണുകളിൽ കണ്ടത് തനിക്ക് മാത്രമുള്ള 1000 പ്രണയവർണ്ണങ്ങളായിരുന്നു. ഓരോ നിമിഷവും അവർ പരസ്പരം സ്നേഹം കൊണ്ട് മൂടുകയായിരുന്നു. യാത്ര കഴിഞ്ഞ് തിരികെ നാട്ടിലെത്തുമ്പോഴും അവരുടെ മനസ്സിൽ ആ യാത്രയുടെ മധുരമുള്ള ഓർമ്മകൾ മാത്രമായിരുന്നു ശേഷിച്ചത്. എങ്കിലും വീട്ടിലെത്തിയതോടെ ആ സന്തോഷങ്ങളെല്ലാം തട്ടിമറിഞ്ഞിരുന്നു. സരസ്വതിയും ഉമ്മറത്ത് വല്ലാതെ പരിഭ്രമിച്ച് നടക്കുന്നുണ്ടായിരുന്നു. ഗിരി ബൈക്ക് നിർത്തിയതും അവർ ഓടി അവനടുത്തേക്ക് വന്നു. എന്താ അമ്മേ, എന്തുപറ്റി? ഗിരി പരിഭ്രമത്തോടെ ചോദിച്ചു. കാർത്തുവിന്റെ ഉള്ളൊന്ന് പിടഞ്ഞു. കാർത്തിയെ പോലീസ് പിടിച്ചു കൊണ്ടുപോയിന്ന് കുറച്ചു മുന്നേ സീതയെ വിളിച്ച് പറഞ്ഞ്. നിങ്ങളിങ്ങ് എത്താറായിന്ന് പറഞ്ഞോണ്ടാ അപ്പൊ വിവരം പറയാണ്ടിരുന്ന്. അമ്മയുടെ വാക്കുകൾ കേട്ടതും കാർത്തുവിന്റെ കയ്യിലിരുന്ന ബാഗ് താഴെ വീണു. പോലീസോ? എന്തിന്? ഗിരി സ്തംഭിച്ചു നിന്നു. ദിവാകർ ആശുപത്രിയിൽ കിടന്ന ആ സമയത്ത് കാർത്തി ആരോടോ തല്ലുണ്ടാക്കി പോലും. അന്ന് അവന്മാർ ഒളിവിൽ പോയി. ഇപ്പൊ കൂടെ ഉണ്ടായിരുന്നവര് അവനെ മാത്രം ഒറ്റിക്കൊടുത്ത് മുങ്ങിയെന്ന്. രാവിലെ സീത വിളിച്ച് കരയായിരുന്നു. മോനൊന്ന് സ്റ്റേഷൻ വരെ പോ. അമ്മയുടെ വാക്കുകൾക്ക് ഗിരിവേഗം സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നു. താൻ കൂടെ വരാമെന്ന് പറഞ്ഞ കാർത്തുവിനെ അമ്മയ്ക്കൊപ്പം നിർബന്ധിച്ച് നിർത്തുകയായിരുന്നു അവൻ. ഗിരി സ്റ്റേഷനിലെത്തി ആട് വരാന്തയിലേക്ക് നടക്കുമ്പോൾ അവന്റെ ഉള്ളിൽ പഴയ കുറെ ഓർമ്മകൾ മിന്നി മറിഞ്ഞുകൊണ്ടിരുന്നു. 10 വയസ്സുവരെ തോളിൽ കൈയിട്ടിടുന്ന തന്റെ ഉറ്റ സുഹൃത്ത്. എപ്പോൾ മുതലാണ് അവർക്കിടയിൽ ഈ ശത്രുത വളർന്നത്? അവന്റെ അച്ഛനോടുള്ള ദേഷ്യത്തിന് താൻ അവനെ തരം കിട്ടുമ്പോഴൊക്കെ തല്ലിയിട്ടുണ്ട്. തിരിച്ചൊന്ന് തല്ലാൻ കൈപ്പൊക്കാതെ ആ തല്ലി മുഴുവൻ കൊള്ളാറുള്ള കാർത്തിയെ അവൻ ആ നിമിഷം ഓർത്തുപോയി. പിന്നീട് എന്നാണ് അവൻ തന്നെ ശത്രുവായി കണ്ടു തുടങ്ങിയത്? അവന്റെ ഇപ്പോഴത്തെ ആ കൂട്ടുകെട്ടിന് ശേഷമോ? ഗിരിയുടെ മനസ്സിൽ വേദന നിറഞ്ഞു. സെല്ലിനടുത്തെത്തി ഗിരി കണ്ടത് തളർന്നിരിക്കുന്ന കാർത്തിയാണ്. കൂടെ ഉണ്ടായിരുന്നവർ ചതിച്ച് കടന്നു കളഞ്ഞോടെ ആരും തുണയ്ക്കില്ലെന്ന ഉറപ്പിൽ തലതാഴ്ത്തിയിരിക്കുകയായിരുന്നു അവൻ. പെട്ടെന്ന് മുന്നിൽ ഗിരിയെ കണ്ടപ്പോൾ കാർത്തി ഒന്ന് ഞെട്ടി, പിന്നെ മുഖം താഴ്ത്തി. പോലീസുകാരുടെ തല്ലികൊണ്ട് അവന്റെ മുഖം നീരുവച്ചിരുന്നു. കൈമുട്ടിലെ തൊലി ഉരഞ്ഞു പോയിട്ടുണ്ട്. അവന്റെ ആ അവസ്ഥ കണ്ടപ്പോൾ ഗിരിയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. എത്രയൊക്കെ വാശിയുണ്ടായിരുന്നുവെങ്കിലും ഇങ്ങനെയൊരു അവസ്ഥയിൽ അവനെ കാണാൻ ഗിരി ആഗ്രഹിച്ചിരുന്നില്ല. ഗിരി നേരെ ഇൻസ്പെക്ടറുടെ മുറിയിലേക്ക് ചെന്നു. ഗിരിയെ കണ്ടപ്പോൾ തന്നെ ഇൻസ്പെക്ടർ ഒന്ന് ചിരിച്ചു. സരസ്വതി ടീച്ചറുടെ മകനാണ് അവനെന്ന് അറിഞ്ഞു മുതൽ ഗിരിയോട് അദ്ദേഹത്തിന് പ്രത്യേക പരിഗണനയുണ്ടായിരുന്നു. സർ, അവനെന്റെ ഭാര്യയുടെ ഏട്ടനാണ്. ഇപ്പൊ വീട്ടിലെ സാഹചര്യത്തിന് മോശമാണ്. അച്ഛൻ സുഖമില്ലാതെ കിടക്കുക, അമ്മ വീട്ടിൽ തനിച്ചാ. കൂട്ടുകൂടി പറ്റിപ്പോയതാ, ഒന്ന് സഹായിക്കണം. ടീച്ചറോടുള്ള ബഹുമാനവും ഗിരിയുടെ അപേക്ഷയും പരിഗണിച്ച് ചില ഒത്തുതീർപ്പുകളിലൂടെ ഇൻസ്പെക്ടർ അവനെ വിട്ടേക്കാൻ അവസാനം സമ്മതിച്ചു. പേപ്പർ വർക്കുകൾ കഴിഞ്ഞ് കാർത്തിയുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നേരെ സന്ധ്യയായിരുന്നു. സ്റ്റേഷന് വെളിയിലെ മരച്ചുവട്ടിൽ നിന്നു. ഗിരിയുടെ മുഖത്തേക്ക് നോക്കാൻ അവന് വല്ലാത്തൊരു മടി തോന്നിയിരുന്നു. താൻ ആക്ഷേപിച്ചും ശത്രുവായും കണ്ടു നടന്ന ഒരാളാണ് ഇന്ന് തന്നെ ഈ അവസ്ഥയിൽ നിന്നും രക്ഷിച്ചെന്ന ബോധം അവന്റെ തല കുനിപ്പിച്ചു. കാർത്തിയുടെ ആ നിൽപ്പ് കണ്ടപ്പോൾ ഗിരിക്ക് സഹിക്കാനായില്ല. അവൻ പതുക്കെ അവന്റെ അടുത്തേക്ക് നടന്നു. ഒരു വാക്ക് പോലും മിണ്ടാതെ ഗിരി തന്റെ കൈകൾ നീട്ടി അവന് മുറുകെ കെട്ടിപ്പിടിച്ചു. ആ ചങ്ങാത്തത്തിന്റെ ചൂടറിഞ്ഞതും കാർത്തിയുടെ നിയന്ത്രണം വിട്ടു. ഇത്രയും നേരം ഉള്ളിൽ അടക്കി പിടിച്ച സങ്കടം ഒരു പൊട്ടിക്കരച്ചിലായി പുറത്തു വന്നു. അവൻ ഗിരിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു നിന്ന് വിതുമ്പി. ക്ഷമിക്കണ എന്നോട്. വാക്കുകൾക്കിടയിലൂടെ കാർത്തി പറഞ്ഞു. ഗിരി അവന്റെ പുറത്ത് പതുക്കെ തട്ടി. പഴയതൊന്നും ഇനി ഓർക്കണ്ട, കഴിഞ്ഞു. ആ വാക്കുകളായിരുന്നു അവന്റെ ഉള്ളിലെ ഏക ആശ്വാസം. മാസങ്ങൾ വീണ്ടും വേഗത്തിൽ കടന്നുപോയി.
കാർത്തിക് ഇപ്പോൾ പഴയ വാശിയൊന്നുമില്ല. ഒരു ഫൈനാൻസ് കമ്പനിയിൽ അവന് ജോലിയായിട്ടുണ്ട്. എന്നിട്ട് അവൻ സ്നേഹിച്ച പെണ്ണിന്റെ വീട്ടുകാർ അവനുമായിട്ടുള്ള ബന്ധത്തിന് താല്പര്യമില്ലായിരുന്നു. അവസാനം ഗിരിയും സരസ്വതി ടീച്ചർ ഇടപെട്ടാണ് അവരുടെ മനസ്സ് മാറ്റി ആ വിവാഹത്തിന് അവരെ കൊണ്ട് സമ്മതം മൂളിച്ച്. അങ്ങനെ കാർത്തിയുടെ വിവാഹ ദിവസം എത്തിച്ചേർന്നു. വിവാഹത്തിന് ഒരാഴ്ച മുമ്പേ കാർത്തിയായന് സ്വന്തം വീട്ടിലേക്ക് പോയതാണ്. ഈ ഒരാഴ്ച ഗിരിക്ക് ഒരു യുഗം പോലെയാണ് കടന്നുപോയത്. ഇടക്കൊക്കെ അവളുടെ വീട്ടിൽ പോയി അവളെ കാണുമെങ്കിലും ആളുകളൊന്നും തനിച്ച് കിട്ടാനോ ചേർത്ത് പിടിക്കാനോ ആ തിരക്കിനിടയിൽ അവന് കഴിഞ്ഞില്ല. വിവാഹ ദിവസം രാവിലെ മുഹൂർത്തത്തിന് മുമ്പ് മുറിയിൽ നിന്ന് ഒരുങ്ങിയിറങ്ങി അവളെ കണ്ടപ്പോൾ ഗിരിയുടെ ശ്വാസമോ നിലച്ചുപോയി. ഓഫ് വൈറ്റ് നിറത്തിലുള്ള സാരിയും മുടിൽ ചൂടിയ പിച്ചകപ്പൂക്കളും ഗിരി ഒരു നിമിഷം കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി നിന്നുപോയി. ഇവൾക്ക് ഇത്രയും സൗന്ദര്യം ഉണ്ടായിരുന്നു. അവനറിയാതെ മന്ത്രിച്ചു പോയി. ആൾ മുറിയിലേക്ക് പോയ തക്കം നോക്കി അവൻ ആൾക്ക് പുറകെ മുറിയിലേക്ക് ഓടി. പെട്ടെന്ന് അവനും മുറിയിലേക്ക് കയറി വാതിലടച്ചു. കാർത്തുനിന്ന് ഞെട്ടിത്തിരിഞ്ഞ് അവനെ നോക്കി. അവൻ വേഗം അവൾക്കടുത്തേക്ക് ഓടി അവളെ പിടിച്ച് തന്നെ നെഞ്ചിലേക്ക് ചേർക്കുമ്പോൾ അവളൊന്ന് പിടഞ്ഞു. ഗിരിയുടെ ആ തീക്ഷ്ണമായ നോട്ടം കണ്ടപ്പോൾ കാർത്തു കണ്ണുകൂർപ്പിച്ചു. എന്താ ഗിരിയേട്ടാ ഇത്? ആരെങ്കിലും കാണും? അവൾ പരിഭ്രമത്തോടെ ചുറ്റും നോക്കി. കണ്ടോട്ടെ, എന്റെ പെണ്ണല്ലേ നീ? അവൻ കുസൃതിയോട് അവളുടെ കാതോരം പറഞ്ഞു. അവളുടെ തലമുടിയിൽ ചൂടിയ പിച്ചകപ്പൂക്കളുടെ ഗന്ധം ആസ്വദിച്ചു. അവൻ അവളെ വല്ലാതെ മോഹിപ്പിക്കുന്നുണ്ടായിരുന്നു. അധികം ആലോചിക്കാൻ നിൽക്കാതെ അവളുടെ വിറക്കുന്ന കവളിൽ ആഴത്തിലൊരു ചുംബനം നൽകി. അവൾക്കൊന്നും ശ്വാസം വിടാൻ പോലും സമയം നൽകാതെ അവനൊരു കള്ളച്ചിരിയോടെ പുറത്തേക്ക് ഓടിയതും കാർത്ത് തന്റെ കവളിൽ കൈവച്ച് തറഞ്ഞു നിന്നുപോയി. വിവാഹ ചടങ്ങുകളെല്ലാം ഭംഗിയായി തന്നെ കഴിഞ്ഞു. എല്ലാവരും തിരികെ വീട്ടിലെത്തിയിട്ടും ഗിരിയുടെ ഉള്ളിൽ അപ്പോഴും രാവിലെ കണ്ട അവളുടെ രൂപം തന്നെയായിരുന്നു തങ്ങി നിന്നത്. വിരുന്നുകാരുടെയും ബന്ധുക്കളുടെ ഇടയിൽ നിൽക്കുമ്പോഴും അവന്റെ കണ്ണുകൾ കാർത്തുവിനെ തിരഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ വീട്ടിലെ തിരക്ക് കാരണം അവൾക്കൊന്നും അരികിലെത്താൻ പോലും കഴിഞ്ഞില്ല. അവസാനം സൈയിട്ട് ഗിരി ഒരു ചെറിയ തന്തം പ്രയോഗിച്ചു. കാർത്തു, നമുക്ക് വീട്ടിൽ വരെ ഒന്ന് പോകണം. അവിടെ ചില സാധനങ്ങൾ എടുക്കാനുണ്ട്, നീ കൂടി വാ. ഗിരി അല്പം ഗൗരവം നടിച്ചു പറയുമ്പോൾ, ഇപ്പോഴാണോ? ഇവിടെ എത്ര തിരക്കല്ലേ ഏട്ടാ? ആൾ മറുപടി അറിഞ്ഞാൽ ഗിരി വിട്ടില്ല. ഗിരിയുടെ കണ്ണിൽ ആ കള്ളിച്ചിരി കണ്ടപ്പോൾ അവൾക്ക് എന്തോ പന്തികേട് തോന്നിയിരുന്നു. ബൈക്കിലാണ് അവർ വീട്ടിലേക്ക് പോയത്. ആ യാത്രയിലുടനീളം കാർത്തുവിന്റെ തോളിൽ മുഖം ചായച്ചിരുന്നു. വീട്ടിലെത്തി മുറിയിലേക്ക് കയറിയതും ഗിരി വാതിൽ ചാരി അവൾക്ക് അഭിമുഖമായി നിന്നു. എന്താ ഒരു ഉദ്ദേശം? കുസൃതിയോട് അവൾ ചോദിച്ചു തീരും മുമ്പേ അവൻ അവളെ വാതിലിനോട് ചേർത്ത് നിർത്തി അമർത്തി കെട്ടിപ്പിടിച്ചിരുന്നു. അവസാനം ശ്വാസം കിട്ടാതെ വന്നപ്പോഴാണ് അവൻ അവളിലെ പിടിയയച്ചതും. അവളുടെ കണ്ണുകളിലേക്ക് അവൻ നോക്കി നിന്നു. നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ പോലും പറ്റാതായപ്പോൾ എന്റെ അവസ്ഥ എന്താണെന്ന് അറിയോ നിനക്ക്? അവൻ അവളുടെ മുഖത്തേക്ക് മുഖമടുപ്പിച്ച് പറഞ്ഞു. രാവിലെ കൊടുത്ത ആ സാരിയിൽ അവൾ അപ്പോഴും ഒരു മാലാഖയെ പോലെ തോന്നിപ്പിച്ചു. ഗിരി അവളുടെ കാതോരം ചെന്ന് പതുക്കെ മന്ത്രിച്ചു. ഇന്ന് രാവിലെ തന്ന ഉമ്മയുടെ ബാക്കി അത് തരാനാ ഇത്രയും തിരക്കിട്ട് ഞാൻ ഇങ്ങോട്ട് വന്ന്. അവനത് പറയുമ്പോൾ അവളുടെ മുഖം നാണത്താൽ ചുവന്നു. കാർത്തുവിന്റെ കൈകൾ അവന്റെ ഷർട്ടിൽ മുറുകി. പുറത്ത് സന്ധ്യ വെളിച്ചം മാഞ്ഞു തുടങ്ങിയായിരുന്നു. ഗിരി പതുക്കെ അവളുടെ മുടിയിലെ വാടിക്കരിഞ്ഞ പൂക്കൾ മാറ്റി. അവന്റെ വിരലുകൾ അവളുടെ കഴുത്തിലൂടെ മൃദുവായി ഇഴഞ്ഞു നീങ്ങിയതും അവളിൽ ഒരു വിറയൽ പടർന്നു കയറി. അവനവളെ മുറുകെ കെട്ടിപ്പിടിച്ചു. ഈ ഒരാഴ്ച നീയില്ലാത്ത വീട് അത്ര ശൂന്യമായിരുന്നു എനിക്കറിയോ കാർത്തിയായനി. നീയില്ലാത്ത ഓരോ നിമിഷവും ഞാൻ ശൂന്യമായിരുന്നേ. അവന്റെ വാക്കുകൾക്ക് അവൾ അവന്റെ നെഞ്ചിലെ ചൂടിലേക്ക് കൂടുതൽ ഒട്ടിച്ചേർന്നു. ഗിരി അവളുടെ താടി ഉയർത്തി ആ കണ്ണുകളിലേക്ക് നോക്കി. പ്രണയവും വാത്സല്യവും ഒരുപോലെ തുടിക്കുന്ന ആ കണ്ണുകളിൽ തനിക്കുള്ള ലോകം അവൾ കണ്ടു. അവൻ പതുക്കെ അവളുടെ ചുണ്ടുകളിലേക്ക് തന്റെ അത്തരങ്ങൾ ചേർക്കാൻ തുടങ്ങിയതും പെട്ടെന്നാണ് പുറത്ത് അമ്മയുടെ ശബ്ദം കേട്ടത്. ഞെട്ടിപ്പോയ അവർ പരസ്പരം പിടഞ്ഞു മാറിയെങ്കിലും അവരുടെ കിതപ്പുകൾ അപ്പോഴും മാറിയിരുന്നില്ല. മുറിഞ്ഞുപോയ ആ പ്രണയ നിമിഷത്തിലെ വികാരങ്ങൾ അടക്കാനാവാതെ നിൽക്കുന്ന ഗിരിയുടെ മുഖത്ത് നിസ്സഹായാവസ്ഥ കണ്ട് അവൾ പൊട്ടിച്ചിരിച്ചു പോയി. ഗിരി അവളെ കണ്ണുരുട്ടി കാണിച്ച ശേഷം ശ്വാസം വലിച്ചുവിട്ട് വേഗം ചെന്ന് വാതിൽ തുറന്നു. അമ്മയിങ്ങ് പോന്നോ? ഗിരി ഒന്നും അറിയാത്ത വാതിൽ ചോദിച്ചു. ആ തിരക്കിനിടയിൽ ഇരുന്നപ്പോൾ എനിക്ക് വല്ലാത്ത ചൂടെടുത്തു. ഗിരി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാന്ന് കരുതി ഇറങ്ങിയതാ. വന്നപ്പോഴുണ്ട് നിന്റെ ബൈക്ക് വെളിയിലിരിക്കുന്നു. അമ്മ സംസാരിച്ച അകത്തേക്ക് നടക്കുമ്പോഴാണ് മുടി ഒതുക്കി വെച്ച് കാർത്തു പുറത്തേക്ക് വന്നത്. അവളുടെ ചുവന്ന് ഉടുത്ത മുഖവും വിറക്കുന്ന നിൽപ്പും കണ്ടപ്പോൾ അമ്മക്ക് കാര്യേകദേശം പിടികിട്ടി. ഓഹോ, രണ്ടാളും ഇവിടെ ഉണ്ടായിരുന്നോ? നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടുറുമ്പായ ഞാൻ? സരസ്വതിയമ്മ ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു. വിളറിപ്പോയിരുന്ന അവർ രണ്ടുപേരും. രാത്രിയോടെ അവർ വീട്ടിലും തിരിച്ച് കാർത്തിയാനിയുടെ വീട്ടിലേക്ക് പോയി. പിന്നെ ഈ 2 ദിവസത്തെ വിവാഹവിശേഷങ്ങൾക്കും തിരക്കുകൾക്കും ശേഷമാണ് അവർ ആ വീട്ടിൽ തിരിച്ചെത്തിയത്. ആ വലിയ ബാളങ്ങളിൽ നിന്നെല്ലാം മാറി തങ്ങളുടെ കൊച്ചു വീടിന്റെ ശാന്തതയിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ തന്നെ അവർ രണ്ടാൾക്കും വല്ലാത്തൊരു ആശ്വാസം തോന്നിയിരുന്നു. അന്ന് രാത്രി മഴ പെയ്തോർന്ന മണ്ണിൽ നിന്നും ഒരു തണുത്ത ഗന്ധം എവിടെയോ പടർന്നു നിന്നു. ജനാലയിലൂടെ വരുന്ന കാറ്റിന് വല്ലാത്തൊരു കുളിർമ. കാർത്തു കട്ടിൽ കിടന്ന അന്നത്തെ ഫോട്ടോകൾ ഫോണിൽ നോക്കിയായിരുന്നു. ഗിരി പതിയെ അവിടെ അരികിൽ വന്നിരുന്നു. ഇനി ആരും വരില്ലല്ലോ, വാതിലൊക്കെ നന്നായി പൂട്ടിയില്ലേ? ഗിരി അവിടെ കാതോരം പതുക്കെ ചോദിച്ചു. കാർത്തു ചിരിച്ചുകൊണ്ട് അവനെ നോക്കി. അമ്മ അകത്തിട്ട് ഗിരിയേട്ടാ പതിയെ സംസാരിക്കേ.
ഗിരി അവളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി ദൂരേക്ക് വെച്ചു. എന്നിട്ട് അവളുടെ മടിയിൽ തലയാഴ്ച കിടന്നു. ഈ കുറച്ചു ദിവസം ഞാൻ അനുഭവിച്ച കഷ്ടപ്പാട് എനിക്കറിയൂ. എല്ലാവരുടെ ഇടയിൽ നിന്നെ ഒന്ന് തൊടാൻ പോലും പറ്റാതെ. കാർത്തു അവന്റെ മുടിയിഴകളിലൂടെ വിരലോടിച്ചു. ഇപ്പൊ നമ്മൾ തനിച്ചല്ലേ, എന്നിട്ട് എന്തിനെങ്ങനെ ഒരു പരാതി? അവൻ പതുക്കെ എഴുന്നേറ്റ് അവളുടെ മുഖത്തിന് നേരെ മുഖം അടുപ്പിച്ചു. മുറിയിലെ മങ്ങിയ വെളിച്ചത്തിൽ അവളുടെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. ഗിരി അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. അത് പതുക്കെ കണ്ണുകളിലേക്കും കവിളിലേക്കും പടർന്നു. ഡേ, അന്നൊക്കെ ഞാൻ നിന്നെ ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുള്ളല്ലേ? അതിൻ്റെയൊക്കെ എന്തെങ്കിലും ദേഷ്യം എനിക്ക് എന്നോടുണ്ടോ ഇപ്പോ? അവന്റെ ചോദ്യത്തിന് അവൾ അവന്റെ കഴുത്തിലൂടെ കൈകൾ പിണച്ചു. നിങ്ങളെന്നെ അങ്ങനെ ചീത്ത പറഞ്ഞ് ഓടിക്കുമ്പോഴായിരുന്നു എനിക്ക് നിങ്ങളെ വേണമെന്നുള്ള വാശി കൂടിയത്. ഞാൻ നിങ്ങളെ കൂടുതൽ കൂടുതൽ സ്നേഹിച്ചത്. ആളുടെ മറുപടിക്ക് ഗിരി അവളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. പുറത്ത് തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. പക്ഷെ ആ മുറികളിൽ പ്രണയത്തിന്റെ ചൂട് അവരെ പൊതിഞ്ഞു നിന്നു. വാക്കുകൾ ആവശ്യമില്ലാത്ത ആ നിമിഷത്തിൽ അവരുടെ ഹൃദയമിടിപ്പുകൾ മാത്രം പരസ്പരം കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നു. കഴിഞ്ഞുപോയ കയ്പുള്ള ഓർമ്മകളായി പ്രണയം മാത്രം നിറഞ്ഞു നിന്ന ഒരു മനോഹരമായ രാത്രി കൂടി അവർക്ക് സ്വന്തമായിക്കൊണ്ട് ആ രാത്രിയും കടന്നുപോയി. ദിവസങ്ങൾ വീണ്ടും പഴയ പോലെ മുന്നോട്ട് തന്നെ ഓടി. ആ ദിവസങ്ങളിലൊക്കെ തന്നെ അവർ കൊതി തീരാതെ പ്രണയിച്ചു, സ്നേഹിച്ചു. ഗിരിയുടെ സ്വപ്നത്തിലെ വലിയൊരു സ്വപ്നമായിരുന്ന ഒരു സർക്കാർ ജോലി. ഒരുപാട് ടെസ്റ്റുകൾ അവൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അവസാനം KSRTC കണ്ടക്ടർ അപ്പോയിന്റ്മെന്റ് ലെറ്റർ വന്നപ്പോൾ അവനുണ്ടായ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു. അങ്ങനെ പഴയ ജോലി അവസാനിപ്പിച്ച് അവൻ ഗവൺമെന്റ് സർവീസിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ മകന്റെ കാലങ്ങളായിട്ടുള്ള അധ്വാനം പണം കണ്ട നിർവൃതി ആ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. രാവിലെ ഇപ്പോൾ കാർത്തുവും ഗിരി ഒരുമിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാറുള്ളത്. അവള് സ്കൂളിൽ വിട്ട് അവൻ സ്റ്റാൻഡിലേക്ക് പോകും. ആ പുതിയ ജോലി ഒരു ആവേശമായിരുന്നു ഗിരിക്ക്. ഒരു ദിവസം വൈകി ഡ്യൂട്ടി കഴിഞ്ഞ് ഗിരി വീട്ടിലെത്തുമ്പോൾ അമ്മ എന്തോ ആലോചിച്ച് വരാന്തിലിരിപ്പുണ്ടായിരുന്നു. സാധാരണ താൻ വരുമ്പോൾ അമ്മയ്ക്കൊപ്പം കാർത്തു അവിടെ ഉണ്ടാവാറുള്ളതാണ്. പക്ഷേ ഇന്ന് അവിടെ ഇല്ല. അമ്മേ, അവളുടെ സ്കൂളിൽ നിന്ന് വന്നില്ലേ? അവൻ ചുറ്റും നോക്കി ചോദിച്ചു. വന്നുകിരി, അവൾ സ്കൂളിൽ വെച്ച് ചെറിയൊരു വയ്യായിക, നേരത്തെ ഇങ്ങ് പോന്നു. അകത്ത് കിടക്കിയ, നീ ഒന്ന് ചെന്ന് നോക്ക്. അമ്മ അത് പറയുമ്പോൾ അവരുടെ മുഖത്ത് വിരിഞ്ഞ പുഞ്ചിരി അവൻ ശ്രദ്ധിച്ചില്ല. അവൻ വേഗം മുറിയിലേക്ക് നടന്നു. മുറിയിൽ ലൈറ്റൊന്നും ഇട്ടിട്ടില്ല. കാർത്തു കട്ടിലിൽ ചുരുണ്ടുകൂടി കിടക്കുകയാണ്. ഗിരിയുടെ ഉള്ളൊന്ന് കാളി. അവൻ വേഗം റൂമിലെ ലൈറ്റ് ഓൺ ചെയ്തു ആൾക്കരിയിലേക്ക് നടന്നു. കാർത്തു, എന്താടാ, എന്തുപറ്റി എനിക്ക്? അവൻ പരിഭ്രമത്തോടെ അവളുടെ നെറ്റിയിൽ കൈവച്ചു. അവൾ പതുക്കെ കണ്ണു തുറന്ന് അവനെ നോക്കി. ആ കണ്ണുകളിൽ ക്ഷീണമുണ്ടായിരുന്നെങ്കിലും ഒരു വല്ലാത്ത തിളക്കമുണ്ടായിരുന്നു. ആൾ അവന്റെ കണ്ണിലേക്ക് നോക്കി പതിയെ എഴുന്നേറ്റു. അവന് മുമ്പിൽ ഇരുന്നു. അവന്റെ ആ കൈ നെറ്റിയിൽ നിന്നെടുത്ത് അത് അവളുടെ വയറിനോട് ചേർത്ത് പിടിച്ചു. ഗിരിക്കൊന്നും മനസ്സിലായില്ല. ഗിരിയേട്ടാ, ഇവിടെ ഒരു കുഞ്ഞു ഗിരി കാത്തിരിക്കുന്നുണ്ട് നമ്മളെ കാണാൻ. ആൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി പതുക്കെ പറഞ്ഞതും ഗിരി ഒരു നിമിഷം ശ്വാസം വിടാൻ പോലും മറന്നുപോയിരുന്നു. തന്റെ കൈപ്പത്തിക്കുള്ളിൽ അവളുടെ വയറിലെ ചൂടറിഞ്ഞു അവൻ അവളെ തന്നെ നോക്കി. നീ ശരിക്കും പറയണ കാർത്തു? അവന്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. ആൾ വിടർന്ന ചിരിയോടെ തലയാട്ടി. ഗിരിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അത്രയും കാലം ഉള്ളിലുണ്ടായിരുന്ന സകല ഗൗരവം അലിഞ്ഞുപോയ നിമിഷം അവൻ അവളെ ചേർത്ത് പിടിച്ചു. പിന്നീട് പതുക്കെ കുനിഞ്ഞവളുടെ വയറിൽ തന്റെ ചുണ്ട് ചേർത്ത് വെച്ചു. അവന്റെ കൺകോണിൽ നിന്നൊരു തുള്ളി കണ്ണുനീർ അവിടെ സാരിത്തുമ്പിൽ വീണു. ഗിരിയേട്ടാ, കരയാണോ? ആൾ അവന്റെ മുടിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. അല്ലടി, ഇത് സന്തോഷ. അവൻ അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു. അവൻ പതുക്കെ എഴുന്നേറ്റ് അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. ആ നിമിഷം അവർക്കിടയിൽ വാക്കുകളേക്കാൾ കൂടുതൽ സംസാരിച്ച മൗനമായിരുന്നു. പുറത്ത് സന്ധ്യയുടെ മങ്ങിയ വെളിച്ചം പടരുമ്പോൾ മുറിക്കുള്ളിൽ പ്രണയത്തിന്റെ പുതുപ്രതീക്ഷകൾ നിറഞ്ഞു നിന്നു. ഗൗരി അവളുടെ മടിയിലേക്ക് തലയാഴ്ച കിടന്നു. മഴമേഘങ്ങൾ ആകാശത്ത് വീണ്ടും ഉരുണ്ട് കൂടുന്നുണ്ടായിരുന്നു. പക്ഷെ ആ വീടിനുള്ളിൽ ഇപ്പോൾ ഒരു വലിയ വസന്തം വിരിഞ്ഞു കഴിഞ്ഞിരുന്നു. ഇനി ഒരിക്കലും അവസാനിക്കാത്ത വസന്തം.